നമസ്കാരം. ട്രംപിനെ ഞെട്ടിച്ച് യൂറോപ്പ് ഇന്ത്യയിലേക്ക് വരുന്നു. ഇനി ലോകരാഷ്ട്രീയത്തിൽ കിങ് മേക്കർ ആകാൻ പോകുന്നത് ഇന്ത്യയാണ്. വൻശക്തികൾ വിറയ്ക്കുകയാണ്. ഇതൊരു പുതിയ യുഗത്തിൻ്റെ തുടക്കമാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ട്രംപിനെ ഞെട്ടിച്ചുകൊണ്ടാണ് യൂറോപ്പ് ഇന്ത്യയിലേക്ക് വരുന്നത് എന്ന്. ആഗോള രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ ആവാൻ ഇന്ത്യ തയ്യാറാകുന്നതും തയ്യാറെടുപ്പ് നടത്തുന്നതും അതുകൊണ്ടാണ്. ലോകഭൂപടത്തിൽ അധികാരത്തിന്റെ കേന്ദ്രബിന്ദുക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു. പാശ്ചാത്യ ശക്തികൾക്ക് മേൽ കിഴക്കിന്റെ സൂര്യോദയം സംഭവിക്കുന്ന കാഴ്ചയ്ക്കാണ് 2026 സാക്ഷ്യം വഹിക്കുന്നത്. ജനുവരി 27, 2026 ന്യൂഡൽഹിയിൽ അരങ്ങേറുന്ന 16ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടി കേവലം ഒരു നയതന്ത്ര കൂടിക്കാഴ്ച അല്ല, മറിച്ച് ഇന്ത്യ എന്ന മഹാശക്തിക്ക് മുന്നിൽ യൂറോപ്പ് അതിന്റെ സാമ്പത്തികവും സുരക്ഷാപരവുമായിട്ടുള്ള ഭാവി സമർപ്പിക്കുന്ന നിർണായക നിമിഷമാണ്, നിർണായക ദിവസമാണ്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനും വിദേശകാര്യ പ്രതിനിധി കാജ കല്ലാസും അടങ്ങുന്ന ഉന്നത സംഘം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ അതിഥികളായി എത്തുമ്പോൾ അത് ലോകത്തിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ഇന്ത്യയല്ലാതെ ഇനി ലോകക്രമം ചലിക്കില്ല എന്നുള്ളത്. ഇന്ത്യ ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളത്. യൂറോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കാജ കല്ലാസ് നടത്തിയ പ്രസംഗം ആഗോള മാധ്യമങ്ങളിൽ വല്ലാത്ത ചർച്ചയായി മാറി. യൂറോപ്പിന്റെ സാമ്പത്തിക പ്രതിരോധ ശേഷിക്ക് ഇന്ത്യ അനിവാര്യമായി മാറിയിരിക്കുന്നു എന്ന അവരുടെ വാക്കുകൾ ഇന്ത്യയുടെ വളർച്ചയ്ക്കുള്ള അംഗീകാരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പതിറ്റാണ്ടുകളായി ചർച്ചകളിൽ മാത്രം ഒതുങ്ങി നിന്ന സ്വതന്ത്ര വ്യാപാര കരാർ ഇത്തവണ യാഥാർത്ഥ്യമാകുമെന്ന് ഏതാണ്ട് ഉറപ്പാവുകയും ഇനി ക്ലീൻ ടെക്നോളജി, സെമി കണ്ടക്ടറുകൾ, ഫാർമസ്യൂട്ടിക്കൽസ് എന്നീ മേഖലകളിൽ ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ യൂറോപ്പിന് മുന്നിലുള്ള ഏക വിശ്വസ്ത പങ്കാളി എന്ന് പറയപ്പെടുന്നത് ഇന്ത്യയാണ്. വാക്കുകളിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് എന്ന പുതിയ മന്ത്രവുമായാണ് യൂറോപ്യൻ പ്രതിനിധികൾ ഇത്തവണ ഗംഗാതീരത്ത് ഒത്തുചേരുന്നത്. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ അപ്രതീക്ഷിത നീക്കങ്ങൾ യൂറോപ്പിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന വ്യാപാര ഭീഷണികളും തീരുവ പരിഷ്കാരങ്ങളും ബ്രസൽസിനെ മാറ്റി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഗ്രീൻലാൻഡ് വിഷയത്തിൽ ട്രംപ് നൽകിയ അന്ത്യശാസനവും യൂറോപ്യൻ നേതാക്കളെ പരിഹസിക്കുന്ന ശൈലിയും അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെയുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തിക്കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അമേരിക്കൻ വിപണിയിലെ അസ്ഥിരത ഭയക്കുന്ന യൂറോപ്പിന് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യ എന്ന സുരക്ഷിത വിപണി ഒരു വലിയ ആശ്വാസമാണ്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ മറുപടിയായിട്ട് ഇന്ത്യയുമായുള്ള ബന്ധം ദൃഢമാക്കുക എന്ന തന്ത്രമാണ് യൂറോപ്പ് അതിലൂടെ പയറ്റുന്നത് എന്നുള്ളതാണ്. വെറും കച്ചവടത്തിനപ്പുറം ആഴത്തിലുള്ള പ്രതിരോധ പങ്കാളിത്തമാണ് ഈ ഉച്ചകോടിയിലൂടെ പ്രധാന ആകർഷണം എന്ന് പറയപ്പെടുന്നത്. സമുദ്ര സുരക്ഷ, സൈബർ പ്രതിരോധം, ഭീകരവാദ വിരുദ്ധ പോരാട്ടം എന്നിവയിൽ ഇന്ത്യയും യൂറോപ്പും കൈകോർക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കുവാൻ ഇന്ത്യയുടെ സഹായം യൂറോപ്പിന് അനിവാര്യതയാണ്. കൂടുതൽ അപകടകരമായ ഒരു ലോകത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നത് ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് ഒരു അനിവാര്യത തന്നെയാണ് എന്ന കല്ലാസിന്റെ വാക്കുകൾ മാറുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യത്തെ അടയാളപ്പെടുത്തുന്നു എന്ന് പറയാം. വിവര കൈമാറ്റത്തിനുള്ള സുരക്ഷാ കരാറുകൾ ഒപ്പിടുന്നതോടെ സുരക്ഷാ കാര്യങ്ങളിൽ ഇന്ത്യ യൂറോപ്പിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി തീരുകയും ചെയ്യും. ആഗോള സാങ്കേതിക വിദ്യയുടെ ഗതി നിർണ്ണയിക്കുന്ന ശക്തിയായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു എന്നർത്ഥം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ലോകത്തെ ഏറ്റവും വലിയ ടാലന്റ് പൂൾ ഇന്ത്യയിലാണ് എന്നത് യൂറോപ്പിനെ ഇന്ത്യയിലേക്ക് അടുപ്പിക്കുന്ന പ്രധാന ഘടകമാണ്. ഇങ്ങോട്ട് ആകർഷിക്കുന്ന പ്രധാന ശക്തിയാണ് ഇന്ത്യ. സ്വന്തമായി AI മെഷീനുകൾ പ്രഖ്യാപിച്ചും ആരോഗ്യ കാർഷിക മേഖലകളിൽ AI പ്രായോഗികമായി നടപ്പിലാക്കിയും ഇന്ത്യ ലോകത്തിന് മുന്നിൽ മാതൃകയാകുന്നു എന്നുള്ളതാണ്. കൂടാതെ സെമി കണ്ടക്ടർ നിർമ്മാണത്തിൽ ചൈനയ്ക്കുള്ള ആധിപത്യം തകർക്കുവാൻ ഇന്ത്യ ആരംഭിച്ച ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ വലിയ വിജയമായി മാറുകയാണ്. ഗുജറാത്തിലും അസമിലും ഉയരുന്ന അത്യാധുനിക ചിപ്പ് നിർമ്മാണശാലകൾ ആഗോള വിതരണ ശൃംഖലയുടെ സുരക്ഷ ഉറപ്പാക്കുന്നു എന്ന് പറയാം. യൂറോപ്യൻ യൂണിയനുമായുള്ള ട്രേഡ് ആൻഡ് ടെക്നോളജി കൗൺസിൽ വഴി ഡാറ്റ സുരക്ഷയിലും ഡിജിറ്റൽ ഗവേണൻസിലും ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന ആശയമാണ് പുതിയ ആഗോള മാനദണ്ഡമായി അംഗീകരിക്കപ്പെടുന്നത്. ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും യൂറോപ്പിലെ തൊഴിൽ വിപണിയിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം നൽകുന്ന മൊബിലിറ്റി കരാർ ഇന്ത്യയുടെ ബൗദ്ധികമായിട്ടുള്ള കരുത്തിനുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. സിലിക്കൺ വാലി മുതൽ ബ്രസൽസ് വരെ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ തലച്ചോറുകൾ ഒരു തരംഗമായി മാറുന്നു എന്നുള്ളതാണ്. യൂറോപ്യൻ യൂണിയനുമായുള്ള ട്രേഡ് ആൻഡ് ടെക്നോളജി കൗൺസിൽ വഴി ഡാറ്റാ സുരക്ഷയിലും ഡിജിറ്റൽ ഗവേണൻസിലും ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന ആശയമാണ് പുതിയ ആഗോള മാനദണ്ഡമായി അംഗീകരിക്കപ്പെടുന്നത്. ആഗോള വിപണികൾ ഇനി രൂപപ്പെടുന്നത് ന്യൂഡൽഹിയിൽ നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചായിരിക്കും എന്നുള്ളതാണ്. കൂടാതെ
ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും യൂറോപ്പിലെ തൊഴിൽ വിപണിയിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം നൽകുന്ന മൊബിലിറ്റി കരാർ ഇന്ത്യയുടെ മാനവ വിഭവശേഷിക്ക് ലോകം നൽകുന്ന ആദരവാണ്. സൂപ്പർ കമ്പ്യൂട്ടിംഗ് മുതൽ ക്വാണ്ടം ടെക്നോളജി വരെ നീളുന്ന ഭാരതത്തിന്റെ ഈ സാങ്കേതിക കുതിപ്പ് യൂറോപ്പിനെ പോലുള്ള വികസിത രാജ്യങ്ങളെ ഇന്ത്യയുമായിട്ട് ദീർഘകാല തന്ത്രപരമായ പങ്കാളിത്തത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന് പറയാൻ. തത്വത്തിൽ ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നു, കുതിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയോടൊപ്പം ചേക്കേറാൻ, അവർ ആശ്രയിക്കാൻ, ഇന്ത്യയിലേക്ക് എത്താൻ അതിന് വെമ്പുന്നു എന്നുള്ളതാണ്. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യമായിരുന്നു ഇന്ത്യ. ഇന്ന് പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ച് ലോകത്തിന് ആയുധങ്ങൾ നൽകുന്ന ശക്തിയായി മാറിയിരിക്കുകയാണ് ഇന്ത്യ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിലുണ്ടായ കുതിച്ചുചാട്ടം എന്ന് പറയപ്പെടുന്നത് അത്ഭുതകരമാണ്. ഇന്ത്യയുടെ സ്വന്തം തേജസ് യുദ്ധവിമാനങ്ങൾ, ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ, വിമാനവാഹിനി കപ്പലായിട്ടുള്ള INS വിക്രാന്ത് എന്നിവ ഭാരതത്തിന്റെ സാങ്കേതിക കരുത്തിന്റെ അടയാളങ്ങളാണ്. ഇന്ന് ഫിലിപ്പീൻസ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ കരാർ ഒപ്പിട്ടത് ആഗോള ആയുധ വിപണിയിൽ ഇന്ത്യയുടെ വിശ്വാസ്യതയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇനി റഷ്യ യുക്രൈൻ യുദ്ധവും പശ്ചിമേഷ്യൻ സംഘർഷങ്ങളും ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചപ്പോൾ സമാധാനകാംക്ഷിയായ ഒരു കരുത്തുറ്റ പങ്കാളിയായി ലോകം ഇന്ത്യയെ കാണുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമായി മാറി. സൈനിക ശക്തിയിൽ ലോകത്ത് 4ാം സ്ഥാനത്തുള്ള ഇന്ത്യ അത്യാധുനിക ഡ്രോണുകൾ മുതൽ വിമാനവേധ മിസൈലുകൾ വരെ സ്വന്തമായി വികസിപ്പിക്കുന്നതിലൂടെ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ഗണ്യമായി കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ദക്ഷിണേഷ്യയിലും ഇൻഡോ പസഫിക് മേഖലയിലും സ്ഥിരത ഉറപ്പാക്കുന്നതിൽ ഇന്ത്യൻ നാവികസേന ഇന്ന് നിർണായക പങ്കാണ് വഹിക്കുന്നത്. പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ കൈവരിച്ച ഈ മുന്നേറ്റം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തിന്റെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കുകയും രാജ്യത്തെ ഒരു ആഗോള സുരക്ഷാ ദാതാവായി ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയെ വിസ്മയത്തോടെ നോക്കുന്ന പ്രധാന മേഖലയാണ് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം. ഇന്ത്യയുടെ സ്വന്തം UPI ഇന്ന് സിംഗപ്പൂർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഫ്രാൻസ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. വികസിത രാജ്യങ്ങൾ പോലും ഡിജിറ്റൽ ഇടപാടുകളിൽ പിന്നോട്ട് നിൽക്കുമ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാരൻ പോലും മൊബൈൽ വഴി സെക്കൻഡുകൾക്കുള്ളിൽ പണം കൈമാറുന്നത് ഒരു ആഗോള മാതൃകയായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഈ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ പല വികസ്വര രാജ്യങ്ങൾക്കും അവരുടെ സാമ്പത്തിക അടിത്തറ കെട്ടിപ്പടുക്കുവാൻ ഇന്ത്യ സൗജന്യമായി വാഗ്ദാനം ചെയ്യുകയാണ്. ഇത് ആഗോള സാമ്പത്തിക ക്രമത്തിൽ ഇന്ത്യയെ ഒരു ഡിജിറ്റൽ ഗുരുവായി തന്നെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ISRO ഇന്ന് ലോകത്തിലെ മുൻനിര ബഹിരാകാശ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3 ഇറക്കി ലോകത്തെ ഞെട്ടിച്ച ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ തങ്ങൾ ആർക്കും പിന്നിലല്ല എന്ന് തെളിയിക്കുകയും ചെയ്തു. അമേരിക്കയും യൂറോപ്പും കോടിക്കണക്കിന് ഡോളർ ചിലവാക്കി ചെയ്യുന്ന ദൗത്യങ്ങൾ അതിന്റെ 10-1 ചിലവിൽ ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത്. ഇതുകൂടാതെ 100-ലധികം ഉപഗ്രഹങ്ങൾ ഒരേ സമയം വിക്ഷേപിക്കുവാനുള്ള ഇന്ത്യയുടെ ശേഷി വിദേശ രാജ്യങ്ങളെപ്പോലും തങ്ങളുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുവാൻ ഇന്ത്യയെ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ബഹിരാകാശ വാണിജ്യ രംഗത്തും ഇന്ത്യ ഇന്ന് ഒരു അനിവാര്യ ശക്തിയായി കുതിച്ചുയർന്നിരിക്കുന്നു. ആഗോള ആരോഗ്യ മേഖലയിൽ ഇന്ത്യയുടെ സ്വാധീനം സമാനതകളില്ലാത്തതാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനറിക് മരുന്നുകളുടെ ഉൽപാദകരായിട്ടുള്ള ഇന്ത്യ കുറഞ്ഞ ചെലവിൽ ജീവൻ രക്ഷാ മരുന്നുകൾ ആഫ്രിക്കൻ, യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. നമുക്കറിയാമല്ലോ, കോവിഡ് കാലത്ത് വാക്സിൻ മൈത്രിയിലൂടെ ദശലക്ഷക്കണക്കിന് ഡോസ് വാക്സിനുകൾ സൗജന്യമായിട്ടും കുറഞ്ഞ നിരക്കിലും വിതരണം ചെയ്തത് ഇന്ത്യയുടെ നയതന്ത്ര പ്രതിച്ഛായ വർദ്ധിപ്പിച്ച കാര്യമാണ്. ലോകത്ത് ഉപയോഗിക്കുന്ന 3-ൽ 1 വാക്സിനെങ്കിലും ഇന്ത്യയിൽ നിർമ്മിക്കുന്നതാണ് എന്നത് ആഗോള ആരോഗ്യ സുരക്ഷയിൽ ഇന്ത്യയുടെ നിർണായക പങ്കിനെ അടിവരയിടുന്നതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഹരിത ഹൈഡ്രജൻ, പുനരുപയോഗ ഊർജം എന്നീ മേഖലകളിലൊക്കെ ഇന്ത്യ നടത്തുന്ന മുന്നേറ്റം എന്ന് പറയപ്പെടുന്ന ആഗോള കാലാവസ്ഥാ ലക്ഷ്യങ്ങൾക്ക് കരുത്തേകുന്നതാണ്. യൂറോപ്പിന്റെ സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ നിർമ്മാണശേഷിയും ചേരുമ്പോൾ അതൊരു വലിയ വ്യാവസായിക വിപ്ലവമായിട്ട് മാറുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുവാനുള്ള പോരാട്ടത്തിൽ ഇന്ത്യയെ ഒരു മാതൃകയായാണ് യൂറോപ്പ് ഇപ്പോൾ പോലും കാണുന്നത് എന്നുള്ളതാണ്. 2030-ലേക്കുള്ള തന്ത്രപരമായിട്ടുള്ള അജണ്ടയിലൂടെ ഒരു ഹരിത ഭാവി കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയിട്ട് ഇരു ശക്തികളും ഒന്നിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടി അതിനകത്തുണ്ട്. ന്യൂഡൽഹിയിൽ യൂറോപ്യൻ യൂണിയനുമായി ഒപ്പിടുന്ന കരാറുകൾ കേവലം കടലാസ് രേഖകളല്ല, മറിച്ച് ലോകത്തിന്റെ സാമ്പത്തിക സുരക്ഷാ ഭൂപടം ഭാരതം മാറ്റിവരയ്ക്കുന്നതിന്റെ വിളംബരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആഗോള പ്രതിസന്ധികളിൽ യൂറോപ്പിനെ കൈപിടിച്ചുയർത്തുവാൻ ശേഷിയുള്ള ഏക ശക്തിയായിട്ട് ഇന്ത്യ ഉയർന്നു കഴിഞ്ഞു എന്ന് സാരം. കടൽ തീരങ്ങളിലെ സുരക്ഷ മുതൽ ബഹിരാകാശത്തെ ഗവേഷണങ്ങൾ വരെയും ചിപ്പ് നിർമ്മാണം മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെയുള്ള എല്ലാ മേഖലകളിലും ഇന്ത്യ അല്ലാതെ ലോകത്തിന് മുന്നോട്ട് പോകാനാകില്ല എന്ന വലിയ സത്യം പാശ്ചാത്യ രാജ്യങ്ങളടക്കം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നയതന്ത്രത്തിന്റെ മാത്രം വിജയമല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ അധ്വാനത്തിന്റെയും
നിശ്ചയദാർഢ്യത്തിന്റെയും വിജയമാണ് എന്നത്. സമുദ്രങ്ങളിൽ കാവൽക്കാരനായും സാങ്കേതിക വിദ്യയിൽ വഴികാട്ടിയായും സാമ്പത്തിക രംഗത്ത് നട്ടലായും ഭാരതം വിശ്വഗുരുവായി മാറുകയാണ് എന്നുള്ളത്. അമേരിക്കയും യൂറോപ്പും ചൈനയും ഒരുപോലെ ഉറ്റുനോക്കുന്ന ആ സുപ്രധാന തീരുമാനങ്ങൾ ഇനി പിറക്കുന്നത് ഇന്ത്യയുടെ മണ്ണിൽ നിന്നായിരിക്കും. ഭാരതം ഉദിച്ചുയരുകയാണ്. ലോകം ഇനി ഇന്ത്യയുടെ താളത്തിനൊത്ത് ചുവടുവെക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു. പഴയ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ കാലത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുയരുന്ന ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യം. അപ്പോൾ ഇവിടെ മറ്റു രാജ്യങ്ങളെല്ലാം പുറകിലേക്ക് പോകേണ്ടി വരുന്നത് സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നതും അമേരിക്ക ഒന്നാമനായി നിൽക്കുമ്പോൾ ആ അമേരിക്കയെ തള്ളിക്കളഞ്ഞുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളടക്കം ഇന്ത്യയിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്നതുമൊക്കെ ട്രംപിനെ പോലുള്ള ഒരു വിഡ്ഢിയായ നേതാവിനെ വിറപ്പിക്കാതിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ലോക രാഷ്ട്രീയത്തിൽ ആഗോള രാഷ്ട്രീയത്തിൽ കിങ് മേക്കർ ആവാൻ ഇന്ത്യ കുതിക്കുന്നു. മോദിക്ക് അതിന് കഴിയുന്നു. ആ രാജപദവിയിലേക്ക് എത്തുവാൻ മോദിയും എത്തുന്നു എന്നുള്ളത് ഭാരതത്തിന് അഭിമാനമാണ്. മാത്രമല്ല, ലോകത്തിന്റെ നെറുകയിലേക്ക് ഇന്ത്യക്ക് കയറി ചെല്ലാൻ കഴിയുന്നുണ്ട് എങ്കിൽ അത് അമേരിക്കയെ പോലുള്ള ഒന്നാമന്മാരെ ഞെട്ടിച്ചുകൊണ്ടാണ് കയറി ചെല്ലുന്നത് എങ്കിൽ അതൊരു വിപ്ലവകരമായിട്ടുള്ള യാത്രയാണ്. ആ യാത്രയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും.